Hi friends, അപ്പോൾ ഈ വീഡിയോയുടെ തംബ്നെയിൽ കണ്ടിട്ട് നിങ്ങൾ ആകെ കൺഫ്യൂഷനിലായിട്ടുണ്ടാവും അല്ലേ? 2026 ഏപ്രിലിൽ നടന്ന LPSA എക്സാം എന്നാണ് നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുള്ളത്. എന്നാൽ അങ്ങനെ ഒരു LPSA എക്സാം 2026 ഏപ്രിൽ 1-ാം തീയതി നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള അടുത്തൊരു 2027 നടക്കാൻ പോകുന്ന LPSA UPSA പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവരും അതുപോലെ ഓൾറെഡി പ്രിപ്പറേഷനിലുള്ളവർക്കും കറക്റ്റായിട്ട് നിങ്ങളുടെ പഠനം എവിടെ എത്തി, ഇനി ഞാൻ എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ കൃത്യമായി അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഇത്. അപ്പോൾ ഇത് ഏപ്രിൽ 1-ാം തീയതി നടന്ന ഒരു എക്സാം ആയിരുന്നു. LPSA NCA ലെവൽ കാറ്റഗറിയിൽ ആ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കറക്റ്റ് LPSA UPSA സിലബസിൽ നടന്നൊരു പരീക്ഷയാണ്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഫുള്ളായിട്ട് സോൾവ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് 53/2026 ഓൺലൈൻ എക്സാം ആയിരുന്നു. അതുപോലെ തന്നെ ഇത് വിളിച്ചിട്ടുണ്ടായിരുന്നത് 2025 വിളിച്ചൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, തിരുവനന്തപുരം ധീവര എന്നിവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് പരീക്ഷയായിരുന്നു. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ പരീക്ഷയിൽ നിന്നുള്ള 15 മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിലൂടെ ഞാൻ സോൾവ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ പേര് ഇസ്മായിൽ കാലടി. വെൽക്കം ടു സൈലം PSC യൂട്യൂബ് ചാനൽ. ഇതിലെ 15 ചോദ്യങ്ങൾ നിങ്ങളിപ്പോൾ ഒരു പ്രിപ്പറേഷൻ പകുതി ആയവരാണെങ്കിലും അല്ല ഇനി പഠിക്കാൻ തുടങ്ങുന്നവരാണെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് കൃത്യമായി അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. നമ്മുടെ ദ്രോണയുടെ ഫസ്റ്റ് ബാച്ചിൽ അതുപോലെ സെക്കൻഡ് ബാച്ചിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതുവരെ കുറേ ടോപ്പിക്കുകളൊക്കെ നമ്മൾ അവിടെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ആ ഒരു ബാച്ചിലുള്ളവരൊക്കെ ഈ ക്വസ്റ്റ്യൻസ് നോക്കിയ ശേഷം നിങ്ങളുടെ കമൻസ് എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ അറിയിക്കുമല്ലോ. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ സമയവും ജോലിയും എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. A ഒരു ജോലി 4 ദിവസം കൊണ്ടും B അതേ ജോലി 6 ദിവസം കൊണ്ടും ചെയ്യും. A, B, C ഒരുമിച്ച് ഈ ജോലി 2 ദിവസം കൊണ്ടും ചെയ്യും. Aയും Cയും ഒരുമിച്ച് ഈ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്, Aയും Cയും ഒരുമിച്ച് ഈ ജോലി തീർക്കാൻ എത്ര ദിവസം വേണം എന്നാണ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടെത്തണമെങ്കിൽ ടൈം ആൻഡ് വർക്ക് പഠിച്ചവർക്ക് അറിയാം എന്താണ്, Aയും Cയും ഒരുമിച്ചുള്ള എഫിഷ്യൻസി വേണം. Aയും Cയും എത്ര ദിവസം കൊണ്ട് ഈ ജോലി തീർക്കുമെന്നറിയണമെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ചുള്ള കാര്യക്ഷമത, കഴിവ് അല്ലെങ്കിൽ എഫിഷ്യൻസി വേണം. അപ്പം അതിലേക്കാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനെ കൊണ്ടുപോവേണ്ടത്. അപ്പം തന്നിരിക്കുന്ന ഡാറ്റാസ് നോക്കാം. ഫസ്റ്റ് A 4 ദിവസം, 2 B 6 ദിവസം, അടുത്തത് Aയും Bയും Cയും ഒരുമിച്ച് 3 പേരും ഒരുമിച്ചാവുമ്പോൾ 2 ദിവസം. ഇപ്പം 4, 6, 2 ഈ 3 നമ്പേഴ്സിൻ്റെ ലസാഗു എടുക്കുക. LCM എത്രയാണ്? 4ൻ്റെയും 6ൻ്റെയും 2ൻ്റെയും LCM 12 ആണ്. ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കഴിവ് കിട്ടും. 12 ഹരിക്കണം 4 3 ആണ്, 12 ഹരിക്കണം 6 2 ആണ്, 12 ഹരിക്കണം 2 6 ആണ്. ഇപ്പം ആരുടെയൊക്കെ എഫിഷ്യൻസിയാണ് കിട്ടിയത്? Aയുടെ എഫിഷ്യൻസി കിട്ടി 3 ആണ്, Bയുടെ എഫിഷ്യൻസി കിട്ടി 2 ആണ്, A+B+Cയുടെ എഫിഷ്യൻസി കിട്ടി 6 ആണ് എന്നും കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? Aയും Cയും ചേർന്ന് എന്നാണ്. അപ്പം A ഓൾറെഡി ഇവിടെ ഉണ്ട്, A നമുക്ക് ഇവിടെ ഓൾറെഡി ഉണ്ട്, 3 ആണെന്ന് കിട്ടി. ഇനി ആരുടെയും കൂടെ വേണം? C ഒറ്റയ്ക്കുള്ളതും കൂടെ കിട്ടണം. അപ്പോൾ നമുക്ക് A+C കാണാൻ പറ്റും. C ഒറ്റയ്ക്ക് എത്ര എഫിഷ്യൻസിയാണെന്ന് കണ്ടെത്തിയാൽ അത് യൂസ് ചെയ്തിട്ട് A+Cയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ C ഒറ്റയ്ക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ A+B+Cയിൽ നിന്നും 3 പേരും ചേർന്നുള്ള ആ ഗ്രൂപ്പിൽ നിന്നും A+Bയുടെ എഫിഷ്യൻസി കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് പറയാം എഫിഷ്യൻസി ഓഫ് Cയുടെ കാര്യക്ഷമത, Cക്ക് എത്ര കഴിവുണ്ട് എന്ന് ചോദിച്ചാൽ 6ൽ നിന്നും Aയുടെ വിലയായ 3ഉം Bയുടെ വിലയായ 2ഉം കുറക്കുക. എഫിഷ്യൻസി ഓഫ് C 1 ആണ്. അപ്പം Cയുടെ എഫിഷ്യൻസി 3 ആണ് എന്ന് കിട്ടി. അതുപോലെ തന്നെ Aയുടെ എഫിഷ്യൻസി 3 ആണ് എന്ന് അവിടെ കിട്ടി. ഇവിടെ 1ഉം 3ഉം. അപ്പോൾ A+C എത്രയായി? A+C 3+1 4 ആയി. അപ്പോൾ Aയും Cയും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ഈ ജോലി തീർക്കും എന്ന് ചോദിച്ചാൽ ആകെ ജോലി അല്ലെങ്കിൽ LCM ആയി നമുക്ക് കിട്ടിയ ആകെ ജോലി എത്രയാണ്? 12 ആണ്. ആ 12നെ ഈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 12 ഹരിക്കണം 4 3 ദിവസം എന്ന് വരും. ഓപ്ഷൻ ബി ആണ് ചോദ്യത്തിൻ്റെ ഉത്തരം. ഓപ്ഷൻ ബി 3 ദിവസം എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കണ്ടെത്തേണ്ട എഫിഷ്യൻസി Aയും Cയും ചേർന്നായിരുന്നു. A ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. C നമ്മൾ ആ 3 പേരുടെ ഗ്രൂപ്പിൽ നിന്നും Cയുടെ എഫിഷ്യൻസി ഒറ്റയ്ക്ക് എടുക്കുന്നു. എന്നിട്ട് Aയും Cയും കൂട്ടി ആകെ ജോലിയെ
നമുക്ക് ആവശ്യമുള്ള എഫിഷ്യൻസി കൊണ്ട് ഡിവൈഡ് ചെയ്തു, 12നെ 4 കൊണ്ട് ഹരിച്ചു, ചോദ്യത്തിൻ്റെ ഉത്തരം 3 എന്ന് കിട്ടും. ക്ലിയർ ആണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുതേത്? അപ്പം 32/0.05, 0.32 ഡിവൈഡഡ് ബൈ 50, 3.2 ഡിവൈഡഡ് ബൈ 0.05 അങ്ങനെയൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പം ഇതിനെ ഓരോന്നിനെയും ദശാംശത്തിൻ്റെ ഡിവിഷൻ അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പം ആദ്യത്തേത് നോക്കുമ്പോൾ മേലെ എത്രയാ? മേലെ 32 ആണ്, താഴെ 0.05. അപ്പം ഇങ്ങനെ ഒരു ഡിവിഷൻ വരുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എവിടെയാണ് ദശാംശ സ്ഥാനങ്ങൾ കുറവുള്ളത് എന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ മേലെ ഒരു സ്ഥാനവും ഇല്ല, ദശാംശ സ്ഥാനങ്ങളൊന്നുമില്ല, താഴെ 2 സ്ഥാനങ്ങളുണ്ട്. അപ്പം മേലെ കുറവാണ്, ന്യൂമറേറ്റർ പാർട്ടിൽ കുറവാണ്. അപ്പം മേലെ എന്ത് ചെയ്യുക? മേലെ നമ്മൾ 100 കൊണ്ട് ഗുണിക്കുക. ഈ 100 എങ്ങനെ വന്നു? 2 സ്ഥാനത്തിൻ്റെ കുറവുണ്ട്. എത്രയാണോ സ്ഥാനങ്ങളുടെ കുറവ് അതിനനുസരിച്ചുള്ള മൾട്ടിപ്ലിക്കേഷൻ അവിടെ ചെയ്യുന്നു, എന്നിട്ട് പിന്നെ പോയിന്റ് ഇല്ല എന്നങ്ങ് വിചാരിക്കുന്നു. അതായത് അവിടെ 100 കൊണ്ട് ഗുണിച്ച് കഴിയുമ്പോൾ പിന്നെ ഇവിടെ പോയിന്റ് ഉണ്ടാവില്ല, ഇത് 5 ആയി മാറിയിട്ടുണ്ടാവും. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, 32 ഡിവൈഡഡ് ബൈ 0.05. അപ്പോൾ ഇത് മാറ്റി എഴുതുമ്പോൾ ഇങ്ങനെ വരും, 32 × 100 ഡിവൈഡഡ് ബൈ 5 എന്ന് വരും. എവിടെയാണോ സ്ഥാനം കുറവ് അതിനെ അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര എണ്ണം കുറവുണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് 100/5 എന്നാകുമ്പോൾ 640 എന്ന് വരും. 640 ആയിരിക്കും ഇവിടെ ഉത്തരം. അതിൻ്റെ ഉത്തരം 640. ഡെസിമലിൻ്റെ ഡിവിഷനിൽ പഠിച്ചൊരു കാര്യമാണ്. ഇനി അടുത്തതിൽ നമുക്ക് വേണമെങ്കിൽ ഇതേ ഐഡിയ തന്നെ യൂസ് ചെയ്യാം. 0.32/50. അപ്പോൾ എന്താണ്? ഇവിടെ കുറവ് താഴെയാണ്, അപ്പോൾ താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ലെവലിലേക്ക് ഉണ്ടാവും. പിന്നെ ഈ ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നുന്നു, താഴെ 100 ആക്കിയാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ ഞാൻ താഴെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 0.64/100 എന്നാവും. 0.64/100. അപ്പോൾ ഓൾറെഡി 2 പോയിന്റ് ഉണ്ട്. ഇനി 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇനിയും പോയിന്റ്സ് വരും. അപ്പോൾ 0.0064 എന്ന് വരും. അപ്പം എന്തായാലും അത് ഉത്തരമാവില്ല. അത് നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഉത്തരം ഒരു ദശാംശ സ്ഥാനമുള്ള ഉത്തരമാണ്. നമുക്ക് ആദ്യം കിട്ടിയ ഉത്തരം 640 ആണ്. വലുതല്ലേ ചോദിച്ചത്. അപ്പം അത് പോയിന്റ് വരുന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്താൽ മതി, അത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഉത്തരം ചെറുതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാവും. അടുത്തത് അതേപോലെ തന്നെ ചെയ്യുമ്പോൾ 3.2 ഡിവൈഡഡ് ബൈ 0.05. അപ്പോൾ നേരത്തെ ആലോചിച്ച് നോക്കുക, എവിടെയാ സ്ഥാനം കുറവ്? മേലെയാ സ്ഥാനം കുറവ്. അപ്പോൾ 32 എന്ന് എഴുതുക. മേലെ എത്ര എണ്ണം കുറവുണ്ട്? മേലെ 1, താഴെ 2, മേലെ 1ൻ്റെ കുറവുണ്ട്. അപ്പോൾ മേലെ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, പോയിൻ്റൊക്കെ ഒഴിവാക്കിയിട്ട് എഴുതുന്നു. അപ്പോൾ ഇത് എഴുതി വരുമ്പം ഇവിടെ 64 എന്ന് കിട്ടും. മൂന്നാമത്തതിൻ്റെ ഉത്തരം 64 ആണ്. ഇനി നാലാമത്തേത് നോക്കുമ്പോൾ മേലെ ചെറിയ നമ്പറാണ്, താഴെ വലിയ നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്തായാലും ദശാംശമായിരിക്കും. ഇതിൻ്റെ ഉത്തരം ദശാംശമേ വരുള്ളൂ. വേണമെങ്കിൽ അത് ഗുണിക്കുക, 2 കൊണ്ട് ഗുണിക്കുക. 3.2നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 6.4, താഴെ 100 ആണ്. ഓൾറെഡി ഒരു സ്ഥാനമുണ്ട്. ഇനി 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും 2 സ്ഥാനം വരും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം വരിക. 0.064 എന്നും വരും. അപ്പോൾ ഏറ്റവും വലുത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിസ്സംശയം പറയാം, അത് ഓപ്ഷൻ എ ആണ്. 640 ആണ് ഏറ്റവും വലുത് വരുന്നത്. അപ്പം ഡിവിഷൻ ചെയ്യാൻ നിങ്ങൾക്കുള്ള വഴി, എവിടെയാണോ ദശാംശ സ്ഥാനം കുറവുള്ളത് അവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ഒരു സ്ഥാനത്തിൻ്റെ കുറവാണെങ്കിൽ 10 കൊണ്ടും, 2 സ്ഥാനത്തിൻ്റെ കുറവാണെങ്കിൽ 100 കൊണ്ടും, 3 സ്ഥാനത്തിൻ്റെ കുറവാണെങ്കിൽ 1000 കൊണ്ടും, അങ്ങനെ ഗുണിച്ചു പോവുക. എവിടെയാണോ കുറവ് അവിടെ ഗുണിക്കുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തതിൽ മേലെ കുറവാണ്, 2 എണ്ണം കുറവാണ്, 100 കൊണ്ട് ഗുണിച്ചു. അടുത്തതിൽ നമുക്ക് ഇതേ ഐഡിയ ചെയ്യാമായിരുന്നു. ഞാൻ അതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഡിനോമിനേറ്റർ 100 ആക്കുക ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പം ചെയ്യാം. പിന്നെ ഇതെന്തായാലും ഉത്തരം ചെറുതേ വരുള്ളൂ. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്യാതെ സ്കിപ്പ് ചെയ്യാം. ഇത് രണ്ടും ആക്ച്വലി ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വലിയ നമ്പർ വരിക ഓപ്ഷൻ എയിലാണ്, 640 ചോദ്യത്തിൻ്റെ ഉത്തരം വരിക. മൂന്നാമത്തെ ചോദ്യം, 1 ഡിവൈഡഡ് ബൈ 4 2/7 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 11/13 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 5/9. അപ്പോൾ ഓൾറെഡി ഒരു 1 മേലെ ഉണ്ട്. ഇതിൻ്റെ താഴെയൊക്കെ എന്താ ഉള്ളത്? 2 എണ്ണത്തിൽ മിക്സഡ് ഫ്രാക്ഷൻ മിശ്രഭിന്നമാണ്. ഇതിൽ ഒരു സാധാരണ ഭിന്നവും താഴെ ഉണ്ട്. അപ്പം താഴെയുള്ള ഭാഗം ആദ്യം സോൾവ് ചെയ്യുക, എന്നിട്ട് അതിനെ 1/, അതിൻ്റെ റെസിപ്രോക്കൽ. അപ്പോൾ ആ ഒരു മിക്സഡ് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും അവിടെ വരിക. എന്നിട്ട് ഇതെല്ലാം കൂടെ കൂട്ടുകയും വേണം. അപ്പോൾ ആദ്യം 4 2/7 എങ്ങനെ മാറ്റാം നോക്കാം. 4 2/7 എന്ന് പറഞ്ഞാൽ 7 × 4 + 2/7 എന്ന് വരും. അപ്പോൾ എത്രയായി? 30/7 ആണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 30/7 താഴെ വരും.
അപ്പം അത് തിരിഞ്ഞു വരുമ്പോൾ 7/30 ആവും. അതേപോലെ തന്നെ അടുത്തത് അങ്ങനെ മാറ്റുമ്പോൾ 1/13 × 3 + 11 എന്ന് വരും. അപ്പോൾ എത്രയായി? 50/13 അടുത്തതിൽ വരിക. പിന്നെ ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഇവിടെ 5/9 ഓൾറെഡി ഉണ്ട്. അപ്പം ഈ ഒരു ഭിന്നസംഖ്യകളുടെ ഒക്കെ മേലെ 1 ഉണ്ട്. അപ്പം ആ ഭിന്നസംഖ്യ എന്താണോ അതിൻ്റെ റെസിപ്രോക്കൽ, അതിൻ്റെ വ്യുൽക്രമാണ് എടുക്കേണ്ടത്. അപ്പം എന്താവും? അപ്പം എന്തായി മാറും? 30/7 എന്നുള്ളത് 7/30 എന്നാവും. അതുപോലെ 1/50/13 എന്നുള്ളത് 13/50 ആവും. അതുപോലെ 1/5/9 എന്നുള്ളത് 9/5 ആവും. കഴിഞ്ഞോ? ഇല്ല. ഇനി LCM എടുക്കണം. ഇത് കൂട്ടണമെങ്കിൽ എന്ത് വേണം? LCM എടുക്കണം. അപ്പോൾ 30ൻ്റെയും 50ൻ്റെയും 5ൻ്റെയും LCM 150 ആണ്. ഇനി ഇവിടെയുള്ള എല്ലാ ഫ്രാക്ഷനെയും 150 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. LCM 150 ആക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരെയും 150 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 7/30 × 150 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുക 35. 7 × 5 35 എന്ന് വരും ആദ്യത്തെ പദം. അതേപോലെ 13/50 × 150 ചെയ്യുമ്പോൾ 0 വെട്ടി 5 3 വെട്ടി 39 എന്നായി. അതേപോലെ 9/5 × 150 എന്ന് ചെയ്യുമ്പോൾ 35 30 ആയി 270 എന്ന് വന്നു. ഓക്കെ, എല്ലാവരുടെയും LCM എടുത്തു. 30 55ൻ്റെ LCM എടുത്തു. എല്ലാ ഭിന്നസംഖ്യയും LCM കൊണ്ട് ഗുണിച്ചു. അപ്പോൾ ഗുണിച്ച് കഴിഞ്ഞപ്പോൾ 7/30 150 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് 35. അതുപോലെ അടുത്തതിന് ഗുണിക്കുമ്പോൾ 39, അടുത്തത് 270 വരും. ഇനി ഇതെല്ലാം കൂടെ കൂട്ടണം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും നോക്കാം. 5 9 14 0 14 ബാക്കി 1 8 8 3 11 11 3 14 ബാക്കി 1 344/150 എന്ന് വരും. അപ്പോൾ 344/150 മേലെയും താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ 172/75 മേലെയും താഴെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കറക്റ്റ് ആൻസർ C ആയിരിക്കും. അപ്പോൾ ഇതൊരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യയുടെ കൂട്ടാനുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ക്വസ്റ്റ്യൻ്റെ ആ ഒരു പാറ്റേൺ കുറച്ച് ഡിഫറെൻ്റ് ആണ്. 1/, ഒരു മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വരും. അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനെ മാറ്റി ആ കിട്ടിയതിനെ വീണ്ടും തിരിച്ചു. കാരണം 1/30/7 എന്ന് പറയുമ്പോൾ 7 മേലോട്ടും 30 താഴോട്ടും വരും. 30/7ൻ്റെ റെസിപ്രോക്കൽ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് 7/30 ആയി, 13/50 ആയി, 9/5 ആയി. LCM 150 എന്ന് കണ്ടു. 30ൻ്റെയും 50ൻ്റെയും 5ൻ്റെയും LCM 180. എന്നിട്ടോ അതിന് 180 കൊണ്ട് ഗുണിച്ചു, ഉത്തരം കിട്ടി. ഉത്തരത്തിനെ ചെറുതാക്കി 172/75 എന്നുള്ള ആൻസറിലേക്ക് എത്തും. ഭിന്നസംഖ്യയിൽ നിന്നുള്ളൊരു ചോദ്യമായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 600 രൂപ 3 വർഷത്തേക്ക് സാധാരണ പലിശയ്ക്ക് ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ 744 രൂപ ലഭിച്ചു. പലിശ നിരക്ക് 2% കൂടുതലായിരുന്നെങ്കിൽ 3 വർഷം കഴിഞ്ഞ് എത്ര തുക ലഭിക്കും? നമ്മുടെ ബാച്ചിലൊക്കെ ഉള്ളവർക്ക് അറിയാം, ഈ ക്വസ്റ്റ്യനൊക്കെ നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ ചെറിയ നമ്പർ വ്യത്യാസത്തിൽ ചെയ്തിട്ടുണ്ട്. അതായത് പലിശ നിരക്ക് വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് വർദ്ധിക്കും? പലിശയും വർദ്ധിക്കും. അപ്പോൾ ആ വർദ്ധിച്ച പലിശ എത്രയാണെന്നുള്ളത് മാത്രം കണ്ടെത്തിയാൽ മതി. പലിശ നിരക്ക് കാണേണ്ട ആവശ്യമില്ല. എത്ര പലിശ വർദ്ധിച്ചു അത് മാത്രമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ വർദ്ധിച്ച പലിശ കാണാനായിട്ട്, എത്ര പലിശ വർദ്ധിച്ചു എന്ന് കണ്ടെത്താനായിട്ട്, അപ്പോൾ PNR/100 ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് അല്ലേ? PNR/100, P 600 ആണ്. കാലാവധി 3 വർഷം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര കൂട്ടി എന്ന് പറഞ്ഞത്? 2 കൂട്ടി എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്യാം. 2/100. അപ്പോൾ ഇത് വെട്ടി ചെറുതാക്കുമ്പോൾ 36 എന്ന് കിട്ടും. എത്ര പലിശ വർദ്ധിച്ചു? 36 പലിശ വർദ്ധിച്ചു. അപ്പോൾ ഓൾറെഡി നമ്മൾ ആ ഒരു നിശ്ചിത നിരക്കിൽ ബാങ്കിൽ ഇടുമ്പം 744 രൂപ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പലിശ നിരക്ക് കൂട്ടിയപ്പോൾ പുതിയതായിട്ട് വരുന്ന തുക എന്ന് പറഞ്ഞാൽ പണ്ട് കിട്ടിയ 744 തുകയിൽ ഈ 36 കൂടെ പലിശ അധികം വന്നു. എത്ര പലിശ വർദ്ധിച്ചു അതാ കണ്ടത്. പണ്ടത്തെ പലിശയോ പലിശ നിരക്കോ ഒന്നും കണ്ടിട്ടില്ല. പലിശ എത്ര വർദ്ധിച്ചു, അതായത് പെർസെൻറ്റേജിൽ എത്ര കൂടി. അപ്പോൾ ഇത്രയും കൂടിയിട്ടുണ്ട്, 36 രൂപ കൂടി. അപ്പോൾ പുതിയ തുക എത്രയാണെന്ന് വെച്ചാൽ 744 + 36. ഇതിൽ 36 കൂട്ടാം, 780 ആയിരിക്കും പുതിയ തുക. പലിശ നിരക്ക് 2% കൂട്ടുമ്പോൾ 744 ഉണ്ടായിരുന്ന തുക എത്രയായി? 780 ആയി. ഇവിടെ യൂസ് ചെയ്ത ഒറ്റ ഇക്വേഷനേ ഉള്ളൂ, PNR/100. അപ്പോൾ 6ൻ്റെ സ്ഥാനത്ത് എത്ര വർദ്ധിച്ചു അത് ഇട്ട് കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇവിടെ കിട്ടുന്നത് വർദ്ധിച്ച പലിശയാണ്. എത്ര പലിശ വർദ്ധിച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ അത് കണ്ടെത്തി, അത് തുകയിൽ കൂട്ടി പുതിയ തുക കിട്ടി. 780 ആയിരിക്കും ചോദ്യത്തിൻ്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സംഖ്യയുടെ 1/8 10 കൂട്ടുന്നതും അതേ സംഖ്യയുടെ പകുതിയിൽ നിന്ന് 8 കുറക്കുന്നതും തുല്യമാണ്.
ഒരു സംഖ്യ ഉണ്ട്, അതിൻ്റെ 1/8. ഇപ്പോൾ 1/8 എന്ന് പറയുമ്പോൾ 1/8 ഓഫ് എക്സിൻ്റെ 1/8, അതിൽ 10 കൂട്ടി. അപ്പുറത്തെ സൈഡ് അതേ സംഖ്യയുടെ പകുതി എന്ന് പറയുമ്പോൾ 1/2 ഓഫ് എക്സ്, അതിൽ നിന്ന് 8 കുറക്കുന്നതിന് തുല്യമാണ്. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഒരു സംഖ്യയുടെ 1/8 ഭാഗത്തിനോട് 10 കൂട്ടുന്നതും 1/2 ഭാഗത്തിൽ നിന്ന് 8 കുറക്കുന്നതും ഈക്വൽ ആണെങ്കിൽ നമ്പർ ഏതാണ്, എക്സ് എത്രയാണെന്നാണ് ചോദ്യം. ഇക്വേഷൻ സോൾവ് ചെയ്യാൻ എക്സിനെല്ലാം ഒരു സൈഡിലേക്കും സംഖ്യയെല്ലാം മറ്റേ സൈഡിലേക്കും കൊണ്ടുപോവുക, എക്സ് ഒറ്റക്കാക്കിയിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ 1/2x മൈനസ് 1/8x, ഇവിടെ പ്ലസ് ഉള്ളത് അവിടെ എത്തുമ്പോൾ മൈനസ് ആവും. അപ്പോൾ ഇവിടെ മൈനസ് ഉള്ളത് ഇവിടെ എത്തുമ്പോൾ പ്ലസ് ആവും, 10 + 8 ആവും. അപ്പോൾ 1/2 നിന്ന് 1/8 കുറച്ചാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 8 - 2 2 × 8 6/16x എന്നാവും ഇവിടെ, അത് 16 തുല്യമാണ്. 6/16x 18 തുല്യമാണ്, 16 18 തുല്യമാണ്. അപ്പോൾ എക്സിൻ്റെ വില ചോദിച്ചാൽ ഈ 16 മേലോട്ട് പോകും, 18 × 16, ഇവിടെ താഴെയുള്ള 16 മേലോട്ടും മേലെയുള്ള 6 താഴോട്ടും വരും. അപ്പോൾ 18 6 പോയി 3 × 16 48 എന്ന് വരും. വേണമെങ്കിൽ ഓപ്ഷൻ ഇട്ടിട്ടും ഈ ക്വസ്റ്റ്യൻ നോക്കാവുന്നതാണ്. നോക്കാം. അതായത് നിങ്ങൾ ഓരോരോ ഓപ്ഷനായിട്ട് ട്രൈ ചെയ്യുക. ഇതിൻ്റെ 1/8 എടുക്കുക. ഇതിൻ്റെ 1/8 എന്ന് പറയുമ്പോൾ 8, 8നോട് 10 കൂട്ടാം, 18 ആയി. അപ്പുറത്ത് ഇതിൻ്റെ പകുതി 32 നിന്ന് 8 കുറക്കുക, 24. ഈക്വൽ ആവുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഓരോ ഓപ്ഷനായിട്ട് ചെക്ക് ചെയ്യുക, അങ്ങനെയും ചെയ്യാം. ഇനിയിപ്പോൾ നോക്കാം, 48ൻ്റെ 1/8 പറഞ്ഞാൽ 6 ആണ്, അതിൽ 10 കൂട്ടി. അപ്പുറത്ത് 48ൻ്റെ പകുതി, അതിൽ നിന്ന് 8 കുറച്ചു, അതും 16 ആണ്. ഇപ്പം 2 സൈഡും തുല്യമാവുന്നുണ്ട്. അങ്ങനെ ആവുന്ന ഓപ്ഷൻ ഏതാ എന്ന് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ രീതിയിൽ ഇതിൻ്റെ കറക്റ്റ് ഇക്വേഷൻ ഉണ്ടാക്കുക. 1/8x + 10 1/2x - 8 ഈക്വൽ ആണ്. എക്സ് സോൾവ് ചെയ്തു, എക്സിൻ്റെ വില 48 എന്ന് കിട്ടി. 2 മെത്തേഡ് ഉണ്ട് ഈ ക്വസ്റ്റ്യന്. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിലെ സമയം 4 മണി 10 മിനിറ്റ് ആണെങ്കിൽ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയ്ക്കുള്ള കോണെത്ര? ഒരാഴ്ച മുന്നേ നമ്മുടെ ചാനലിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ആംഗിൾ അല്ലേ പ്രതിബിംബം, മെജോറിറ്റി ചാൻസ്. അപ്പോൾ ക്ലോക്കിൽ ആംഗിൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ഇക്വേഷൻ നമുക്കറിയാം, 30h - 11/2 m. അപ്പോൾ 30h എന്ന് പറയുമ്പോൾ 30 × 4 - 11/2 × 10. 11/2 × 10. 10 5 വെട്ടി 55 ആയി. 120 - 55 എന്ന് വരും. 120ൽ നിന്ന് 55 കുറച്ചു, 65 ഡിഗ്രി. 65 ഡിഗ്രി ഓപ്ഷൻ ബി ആണ് ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. 65 ഡിഗ്രി ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആക്ച്വലി ഒരു ഹയർ ലെവലിലേക്ക് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പക്ഷെ ഇത് നമ്മൾ റേഷ്യോ കൃത്യമായി യൂസ് ചെയ്താൽ ഈസിയാണ്. പക്ഷെ അത് പെട്ടെന്ന് ക്ലിക്ക് ആവണം എന്നില്ല. ക്വസ്റ്റ്യൻ ആദ്യം ശരിക്കും മനസ്സിലാക്കാൻ പറ്റുമോ നോക്കാം. ഒരാൾ ഒരു സാധനം 20% ലാഭത്തിന് വിറ്റു. അപ്പോൾ ഇവിടെ വാങ്ങിയ വിലയില്ല, വിറ്റ വിലയും ഇല്ല. എന്തേ ഉള്ളൂ, ലാഭം 20% ആ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. വാങ്ങിയ വില 10 രൂപ കുറയുകയും, അപ്പോൾ തുടക്കത്തിൽ വാങ്ങിയ വില എത്രയാണെന്ന് നമുക്കറിയില്ല. അതുപോലെ വിറ്റ വില 10 രൂപ കൂടുകയും ചെയ്തിരുന്നെങ്കിൽ ലാഭം 40% ആകുമായിരുന്നു. എങ്കിൽ ആ സാധനത്തിൻ്റെ യഥാർത്ഥ വാങ്ങിയ വില എത്ര, തുടക്കത്തിൽ എത്ര വാങ്ങിയ വില ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെയുള്ള മെയിൻ പ്രശ്നം വാങ്ങിയ വില അല്ലെങ്കിൽ വിറ്റ വില ഒന്നും തന്നിട്ടില്ല. അതിൽ 10 കൂടി ഇതിൽ 10 കുറയുകയും ചെയ്തു. അപ്പം ലാഭം 40 ആയി, അങ്ങനെ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ബേസായി എടുക്കാൻ ഒരു സാധനവും ഇല്ല, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പെർസെൻറ്റേജിൽ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് 2 റേഷ്യോസ് ആയിട്ട് ചെയ്യാം. ആദ്യത്തെ റേഷ്യോ എത്രയാ, 100ന് വാങ്ങി 120ന് വിറ്റു. ആദ്യത്തെ CPSP റേഷ്യോ എത്രയാ, 100 120 വെട്ടി ചെറുതാക്കുമ്പോൾ എത്രയായി, 100 120 വെട്ടി ചെറുതാക്കുമ്പോൾ 5:6 ആയി. പിന്നത്തെ CPSP 100, രണ്ടാമത്തെ കേസിൽ 100 140 ആണ്. അപ്പോൾ എത്രയായി, 5:7 ആയി. 100% ഉള്ളത് 120%, 20 ലാഭം എന്ന് പറഞ്ഞാൽ 120%. രണ്ടാമത്തെ സിറ്റുവേഷനിൽ 40 ലാഭം. അപ്പോൾ 100 ആയിരുന്നു CP എന്ന് വിചാരിക്കുക. അപ്പം SP 140 ആയിരിക്കും, 5:7 ആയി. അപ്പോൾ ഈ 2 റേഷ്യോസ് എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ആദ്യം CPയും SPയും തമ്മിൽ ഉണ്ടായിരുന്ന റേഷ്യോ, ഈ ക്വസ്റ്റ്യനിൽ CPയും SPയും തമ്മിൽ ആദ്യം ഉണ്ടായിരുന്ന റേഷ്യോ 5:6 ആണ്. അത് പിന്നെ 5:7 ആയി. ഈ എഴുതിയതിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. 100 120 100 140. ഇനി വേറെന്താ തന്നിരിക്കുന്നത്,
വാങ്ങിയ വില 10 കുറയുകയും, അതായത് സി പിയുടെ ഭാഗത്ത് ഇവിടെ ഒരു 10 കുറഞ്ഞിട്ടുണ്ട്, എസ് പിയുടെ ഭാഗത്തോ ഇവിടെ ഒരു 10 കൂടിയിട്ടുണ്ട്. അപ്പം ഇതൊരു റേഷ്യോ ചോദ്യമായിട്ട് കാണാം. 5:7 റേഷ്യോയിൽ ഉണ്ടായിരുന്ന രണ്ട് സംഖ്യകളിൽ അത് 5:6 5:7 മാറി. ആദ്യത്തെ സംഖ്യയിൽ 10 കുറച്ചു, രണ്ടാമത്തെ സംഖ്യയിൽ 10 കൂട്ടി. അങ്ങനെ ആലോചിക്കാം. സി പിയിൽ 10 കുറച്ചു, അതുകൊണ്ട് ഇവിടെ -10ഉം, എസ് പിയിൽ 10 കൂട്ടി, അതുകൊണ്ട് ഇവിടെ 10ഉം +10ഉം. ഇനി എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു റേഷ്യോയുടെ ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ റേഷ്യോയിൽ പഠിച്ചിട്ടുണ്ടാവും, ഡബിൾ റേഷ്യോ ക്വസ്റ്റ്യൻ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് ഉണ്ട്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് എന്താ പറയുന്നത്? ഇതിന് ഇങ്ങോട്ട് ഗുണിക്കാം, ഇതിന് ഇങ്ങോട്ട് ഗുണിക്കാം, അവർ തമ്മിലുള്ള വ്യത്യാസം എടുക്കാം. അപ്പോൾ 7 × 5 35, 6 × 5 30. അപ്പോൾ 35 - 30 5x എന്ന് വരും. മേലെ റേഷ്യോ 5 എന്ന് കിട്ടും. താഴെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 5 × 10 50, 7 × 10 -70. അപ്പോൾ ഇവിടെ എപ്പോഴും ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ എപ്പോഴും വലിയ നമ്പർ ഏതാണോ അതിൽ നിന്ന് ചെറിയ നമ്പർ കുറക്കുകയാണ്. ഓർഡർ ഒന്നുമില്ല, 30ൽ നിന്ന് 35 അങ്ങനെയല്ല, വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. അപ്പോൾ അതുകൊണ്ട് 35ൽ നിന്ന് 30 കുറച്ചു. ഇവിടെ ആകുമ്പോൾ വലിയ നമ്പർ 50 മറ്റേത് -70, ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പം 50 -70 എന്നാണ് വരിക. സിമ്പൽ ഇല്ലാതെ അല്ല കേട്ടോ നോക്കുക, സിമ്പൽ അടക്കമാണ് നോക്കുന്നത്. കാരണം ഒന്ന് നെഗറ്റീവ് ആണ്, ഒന്ന് കുറയാണ്, ഒന്ന് കൂടുകയാണ്. അപ്പം 50 -70 എന്ന് പറയുമ്പോൾ 50 + 70 ആവും 120. അപ്പം 5/120 എന്ന് നമുക്ക് കിട്ടും. ഇതാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളോട് എന്താ ചോദിച്ചത്? നമ്മളോട് എന്താ തുടക്കത്തിൽ ചോദിച്ചത്? യഥാർത്ഥ വാങ്ങിയ വില. യഥാർത്ഥ വാങ്ങിയ വില എത്ര തന്നെയാണ്? ഇതാ നോക്കിക്കേ, റേഷ്യോ നോക്കിക്കേ. ആദ്യം ഉണ്ടായിരുന്ന കോസ്റ്റ് പ്രൈസ് 5 എത്രയാണ്? 5/120 എന്ന് കിട്ടി. അപ്പം അത് തന്നെയാണ് ഉത്തരം. ഇനി ചെയ്യാനൊന്നുമില്ല. 5x 120 എന്ന് കിട്ടി. അത് തന്നെയാണ് ചോദിച്ചത്, 5x തന്നെയാണ് ചോദിച്ചത്. അപ്പം യഥാർത്ഥത്തിലുള്ള വാങ്ങിയ വില 120 എന്ന് കിട്ടി. ഓപ്ഷൻ ഡി. ഇത് പെർസെൻറ്റേജിലാണെങ്കിൽ കുറേ ഹയർ ലെവൽ ഇക്വേഷൻസിലേക്ക് പോകേണ്ടി വരും. കാരണം ഇവിടെ ഒരു വിലയും തന്നിട്ടില്ല, ആകെ 2% കമ്പാരിസണും. അവിടുന്ന് ഇത്ര കുറച്ചു, ഇവിടുന്ന് എത്ര കുറച്ചു എന്നുള്ളൂ. അത് കുറച്ചും കൂടെ ലെങ്തി കോംപ്ലിക്കേറ്റഡ് മെത്തേഡിലേക്ക് പോകും. അതുകൊണ്ടാണ് ഞാൻ റേഷ്യോ പ്രിഫർ ചെയ്തത്. ഒന്നും കൂടെ പറയാം റേഷ്യോയിൽ എങ്ങനെ ചെയ്തു എന്ന്. ആദ്യം ഒരു സാധനം 20 ലാഭത്തിന് വിറ്റു. അപ്പോൾ സി പി ഉണ്ട്, എസ് പി ഉണ്ട്. സി പി 5, എസ് പി 6. 100 120 എന്നുള്ള വെട്ടി ചെറുതാക്കി. പിന്നെ 40 ലാഭം. അപ്പോൾ 100 140 വെട്ടി ചെറുതാക്കിയപ്പോൾ 5:7 റേഷ്യോ. അതിൽ നോക്കിക്കേ, വാങ്ങിയ വില 10 കുറച്ചു. ഇപ്പോൾ ഇവിടെ 10 കുറച്ചു, ഇവിടെ 10 കൂട്ടി. അപ്പോൾ 2 റേഷ്യോയിൽ വ്യത്യാസം തന്നിട്ടുണ്ട്, 2 സൈഡിലുള്ള വ്യത്യാസം തന്നിട്ടുണ്ട്. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ 5x എന്ന് കിട്ടി. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചപ്പോൾ 120 എന്നും കിട്ടി. 5x 120 എന്ന് കിട്ടി. ഇനി അത് തന്നെയാണ് കാണേണ്ടിയിരുന്നത്. അപ്പോൾ അത് തന്നെ ഉത്തരം. ഇനിയിപ്പോൾ 6x ചോദിച്ചു, അതായത് വിറ്റ വില, ആദ്യത്തെ വിറ്റ വില എത്രയെന്ന് ചോദിച്ചാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കാണേണ്ടി വരും. ആദ്യത്തെ വിറ്റ വില ചോദിച്ചാൽ 144 ആയിരിക്കും. ഇവിടെ 120, ഇവിടെ 144. ഇനി ഇവിടെ 10 കുറച്ചു എന്ന് പറഞ്ഞാൽ 110 ആവും. ഇവിടെ 10 കൂട്ടി എന്ന് പറഞ്ഞാൽ 184 ആവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. ആവശ്യമുള്ള എല്ലാ വിലകളും കണ്ടെത്താൻ പറ്റും. എപ്പോഴും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മേലത്തെ വിലയിലാണെന്ന് ആലോചിക്കട്ടെ. ഈ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത, ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എപ്പോഴും ആദ്യത്തെ വരിയിലായിരിക്കും. ഇവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഈ മെത്തേഡിൽ. അതുകൊണ്ട് 5/120 എന്നുള്ള ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ ഇടാൻ പറ്റൂല. ഇവിടെ നമ്മൾ 10 കുറച്ചിട്ടുള്ള വാല്യൂ ആണ് ഇടുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 120 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സിലിണ്ടറിൻ്റെ ആരം ഇരട്ടിയാക്കുകയും ഉയരം പകുതിയാക്കുകയും ചെയ്താൽ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? ഇപ്പോൾ ഒരു സിലിണ്ടർ വൃത്തസ്തംഭമാണ്. സിലിണ്ടറിൻ്റെ വ്യാപ്തം കാണുന്ന ഇക്വേഷൻ എന്താണ്? ബേസിക് ഇക്വേഷൻ. അത് ഓർമ്മ വേണം. സിലിണ്ടറിന് ഒരു ആരമുണ്ട്, ഒരു ഹൈറ്റും ഉണ്ട്, h ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ വോളിയം നോർമലി നമ്മൾ കാണുന്നത് എന്താണ്? πr²h ആണ്. ഇതാണ് വോളിയം. ഇനി പുതിയ വോളിയം, ന്യൂ വോളിയം എന്തായി? എന്തൊക്കെയാണ് മാറ്റം വരുത്തിയത്? സിലിണ്ടറിൻ്റെ ആരം ഇരട്ടിയാക്കി. അപ്പോൾ റേഡിയസ് 6 ഉള്ളത് 2r ആക്കി. അപ്പോൾ π × 2r². പിന്നെ ഉയരം പകുതിയാക്കി. h ഉള്ളത് h/2 പകുതിയാക്കി. അപ്പോൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പം π × 4r² × h/2 എന്നാവും. അപ്പോൾ ഇതും വെട്ടി 2 എന്നായി. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്യുമ്പം πr²h × 2 എന്നായി. ആണല്ലോ. തുടക്കത്തിൽ വോളിയം πr²h ആയിരുന്നു. അതിപ്പോൾ എവിടെ എത്തി? πr²h × 2 എന്നായി. മേലുള്ള 4ഉം താഴെയുള്ള 2ഉം വെട്ടി
2r ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ന്റെ സ്ക്വയർ 4 r സ്ക്വയർ അവിടെയും, അപ്പോൾ ആ 4ഉം ഈ 2ഉം വെട്ടി പൈ ആർ സ്ക്വയർ h × 2 എന്ന് ബാക്കിയായി. അപ്പൊ എന്താ സംഭവിച്ചത്? വ്യാപ്തം ഇരട്ടിയായി മാറും. വ്യാപ്തം ഇരട്ടിയായി മാറും എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. ആദ്യം ഉണ്ടായിരുന്ന വോളിയം പൈ ആർ സ്ക്വയർ h ആണ് ഒരു സിലിണ്ടറിന്റെ വോളിയം. ഇനി അത് വാല്യൂ ആരെ ഇരട്ടിയാക്കി? 2r ആക്കി, h പകുതിയാക്കി, h/2 ആക്കി. അപ്പോൾ നമുക്ക് പൈ ആർ സ്ക്വയർ h × 2 എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, 25 സംഖ്യകളുടെ ശരാശരി 28 ആണ്. ആദ്യത്തെ 13 സംഖ്യകളുടെ ശരാശരി 31 ആണ്. അവസാനത്തെ 13 സംഖ്യകളുടെ ശരാശരി 45 ആണ്. 13ാമത്തെ സംഖ്യ എത്ര? അപ്പോൾ ഇവിടെ ശരിക്കുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 13 അവസാനത്തെ 13 എന്ന് പറയുമ്പോൾ എത്രയായി? 13 26 സംഖ്യയായി. അപ്പോൾ ആ നടുവിലെ സംഖ്യ 2 തവണ റിപ്പീറ്റ് അടിച്ചു വരുന്നുണ്ട്. ഞാൻ 5 സംഖ്യ വെച്ച് വേണമെങ്കിൽ പറഞ്ഞുതരാം, ഒരു ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 5 സംഖ്യകളാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യത്തെ 3 സംഖ്യ ഇതാ ഈ സി അതിൽ വെട്ടു. അവസാനത്തെ 3 സംഖ്യ അതിലും സി വെട്ടിട്ടുണ്ട്. അപ്പോൾ സി ഇതിൽ 2 തവണ പെടുന്നുണ്ട്. അപ്പോൾ സി മൂന്നാമത്തെ ആ നടുവിലുള്ള നമ്പറാ. അതേപോലെയുള്ള നമ്പറാണ് ഈ 13ാമത്തെ നമ്പർ. 25 എണ്ണത്തിന്റെ കറക്റ്റ് നടുവിലാണ് 13ാമത്തെ നമ്പർ ഉണ്ടാവുക. 5 എണ്ണത്തിന്റെ കറക്റ്റ് നടുവിൽ ഈ 3rd നമ്പർ വരുന്ന പോലെ 25 എണ്ണത്തിന്റെ കറക്റ്റ് നടുവിൽ എന്ത് വരും? ആ ഒരു നമ്പർ വരും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കാണണമെങ്കിൽ നമ്മൾ ഈ 13 × 31ന്റെ തുകയും ഈ തുകയും കൂട്ടിയിട്ട്, അതായത് 2 സെപ്പറേറ്റ് തുകകളുണ്ട്. ആദ്യത്തെ 13 എണ്ണത്തിൻ്റെ തുക, അവസാന 13 എണ്ണത്തിൻ്റെ തുക, അത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അത് 25 എണ്ണത്തിൻ്റെ തുകയിൽ നിന്ന് കുറച്ചാൽ ആ ഇടയിലുള്ള നമ്പർ കിട്ടും. അതായിരിക്കും നടുവിലുള്ള നമ്പർ. അതായത് 13 × 31 പ്ലസ് 13 × 45, അതായത് ആദ്യത്തെ 13 അവസാനത്തെ 13 കൂട്ടി. അപ്പോൾ 26 നമ്പേഴ്സായി. ഇനി 25 നമ്പേഴ്സിൻ്റെ ടോട്ടൽ 25 × 38. ഇത് കുറച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഇതിൻ്റെ വ്യത്യാസമായിരിക്കും ആ നടുവിലുള്ള നമ്പർ. കാരണം ആദ്യത്തെ 13ഉം ഇതും കൂട്ടുമ്പോൾ 13ാമത്തെ നമ്പർ, അതായത് നടുവിൽ നമ്മളിപ്പോൾ ഈ സി എന്ന് പറഞ്ഞ പോലെ അവിടെ നടുവിൽ കിടക്കുന്ന നമ്പർ 2 തവണ വന്നിട്ടുണ്ട്. അവിടുന്ന് കൂട്ടുമ്പോൾ ഇവിടുന്ന് കൂട്ടുമ്പോൾ ആ നമ്പർ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചാൽ 25 അതിൽ നിന്ന് കുറച്ചാൽ ബാക്കിയുള്ളത് ആ 13ാമത്തെ നമ്പർ ആയിരിക്കും. അത് അതിൻ്റെ മിഡിലുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് കൂട്ടി നോക്കാം. 13 × 31 ഗുണിച്ചാൽ 31 × 13 ഗുണിച്ചു 3 9 1 3. അപ്പോൾ 3 10 403 ആയി. ഇവിടെ 403 ആയി. ഇനി 45 × 13 ഗുണിക്കുമ്പോൾ 5 3 15, ബാക്കി 1 135, 5 4 5 8 5 585 എന്ന് വരും. ഇനി 25 × 38 ഗുണിക്കുക. 38 × 25 ഗുണിക്കുമ്പോൾ 950 എന്ന് വരും. 950. അപ്പം ഇത് 988ഉം ഇത് 950ഉം ഇവർ തമ്മിലുള്ള വ്യത്യാസം 38. അപ്പൊ നടുവിൽ കിടക്കുന്ന നമ്പർ എത്രയായിരിക്കും? നടുവിൽ കിടക്കുന്ന നമ്പർ ഓപ്ഷൻ ബി 38. ഇതാണ് ഇതിന്റെ ഡയറക്റ്റ് നമ്മൾ തുക = ശരാശരി × എണ്ണം എന്നുള്ള കോൺസെപ്റ്റിൽ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. ഒരു മെത്തേഡും കൂടെ ഉണ്ട്, ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയും. അതായത് നമ്മുടെ ബേസ് ആയിട്ടുള്ള ശരാശരിയിൽ നിന്ന് എത്ര മാറ്റം വരുന്നു എന്ന് കണ്ടെത്തുന്ന മെത്തേഡാണ് ഡീവിയേഷൻ. മാറ്റം ബേസ് ചെയ്തിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം അതിൽ നമ്മളിത് നോക്കുമ്പോൾ, ആ ഒരു മെത്തേഡിൽ നോക്കുമ്പോൾ നമ്മുടെ 25 സംഖ്യകളുടെ ശരാശരി, 25 സംഖ്യകളുടെ ആവറേജ് എത്രയാ? 38 ആണ്. ഇനി 13 സംഖ്യകളുടെ ആവറേജ്, ആദ്യത്തെ 13 സംഖ്യകളുടെ ആവറേജ് 31 ആണ്. അപ്പം ആവറേജിൽ എത്ര കുറഞ്ഞു? -7 കുറഞ്ഞു. അങ്ങനെയുള്ള എത്ര സംഖ്യ ഉണ്ട്? ഓരോന്നിലും 13 സംഖ്യകളുടെ ആവറേജാണ് 31. അപ്പം ആവറേജിൽ മാറ്റം വന്നത് -7 ആണ്. 38 ഉള്ളത് 31 ആയ -7. -7 × 13 ചെയ്യുക. അപ്പം എത്രയായി? -91 എന്ന് കിട്ടി. ഇപ്പം ഡീവിയേഷൻ അല്ലെങ്കിൽ മാറ്റം -91 ആണ്. ഇനി അടുത്ത 13 സംഖ്യകളുടെ ആവറേജ് അതെത്രയാ? അത് 45 ആണ്. ഇപ്പം ശരാശരി ആദ്യം ടോട്ടൽ ശരാശരി 38, അതിൽ നിന്ന് 45 ആകുമ്പോൾ എത്ര കൂടി? നേരത്തെ 31 ആയപ്പോൾ 7 കുറഞ്ഞു. അപ്പോൾ 45 ആകുമ്പോൾ 7 കൂടി. എത്ര സംഖ്യകൾ? 13. 7 × 13 91. അപ്പം ആദ്യത്തേതിൽ -91ഉം രണ്ടാമത്തേതിൽ ഡീവിയേഷൻ 91ഉം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 0 എന്നായി. അപ്പോൾ ഈ സംഖ്യകൾ മൊത്തം എടുക്കുമ്പോഴുള്ള ഡീവിയേഷൻ 0 ആണ്.
ഡീവിയേഷൻ 0 എന്ന് പറഞ്ഞാൽ എന്താ? ശരാശരിയിൽ നിന്ന് മാറ്റമൊന്നുമില്ല. ശരാശരി എത്രയാണോ അതായിരിക്കും ഇനി വരാനുള്ള സംഖ്യ. മാറ്റങ്ങളൊന്നുമില്ല. ഇപ്പം ഡീവിയേഷൻ 2 ആണ് എന്ന് വിചാരിക്കുക. ഡീവിയേഷൻ 2 എന്ന് കിട്ടിയാൽ നമ്മുടെ ഉത്തരം അത് ബാലൻസ് ചെയ്യാനായിട്ട് 38 - 2 36 ആയിരിക്കും. അപ്പോൾ ഡീവിയേഷൻ -3 എന്ന് കിട്ടിയാൽ നമ്മുടെ ഉത്തരം ഡീവിയേഷൻ -3 എന്നാണ് കിട്ടിയതെങ്കിൽ നമ്മുടെ ഉത്തരം 38 + 3 ആയിരിക്കും, 41 ആയിരിക്കും. അങ്ങനെയാണ് ഡീവിയേഷൻ വെച്ച് നമ്മൾ സോൾവ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ആ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ആ വ്യത്യാസം നോക്കിയപ്പോൾ വ്യത്യാസം 0 ആണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന നമ്പർ 38 + 0, ശരാശരി +0, ശരാശരി തന്നെ 38 തന്നെ കിട്ടും. അപ്പോൾ അത് കൺഫ്യൂസിങ് ആണെങ്കിൽ നിങ്ങൾ ഈ ഡയറക്റ്റ് മെത്തേഡ് യൂസ് ചെയ്യുക. ഇനി അത് പഠിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി എളുപ്പമുള്ള ഒരു സംഭവമാണ് ഡീവിയേഷൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.0625 വില എത്രയാണെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ നോക്കുക, 4 സ്ഥാനങ്ങളുണ്ട്. 4 സ്ഥാനങ്ങളുടെ ഒരു നമ്പറിൻ്റെ റൂട്ടിൽ എത്ര സ്ഥാനം ഉണ്ടാവും? 4 എണ്ണമാണ്, പകുതി 2 എണ്ണം ഉണ്ടാവും. ഇതായിരിക്കും ഉത്തരം. ഇതിൽ 1 സ്ഥാനം, ഇതിൽ 3, ഇതിൽ 4. ഉത്തരം 2 എണ്ണമുള്ളതാണ് 0.05. അത്രയേ ഉള്ളൂ. 4 സ്ഥാനമാണ്, 2 സ്ഥാനം. 6 ആണെങ്കിൽ 3, 8 ആണെങ്കിൽ 4, 10 ആണെങ്കിൽ 5. അങ്ങനെ എത്രയാണോ സ്ഥാനങ്ങൾ ഉള്ളത് അതിൻ്റെ പകുതി സ്ഥാനങ്ങളായിരിക്കും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ, വർഗ്ഗമൂലം എടുക്കുമ്പോൾ ഉണ്ടാവുക. അപ്പം അതിൻ്റെ ഉത്തരം അങ്ങനെ വരും. ഇനിയിപ്പോൾ കറക്റ്റായി നോക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ 625/40 ഇങ്ങനെ എഴുതാം. ഇനി ഇതിൻ്റെ റൂട്ട് എടുക്കുക 25, ഇതിൻ്റെ റൂട്ട് 100. ഇതിൻ്റെ റൂട്ട് കാണുമ്പോൾ മേലെ ഫ്രാക്ഷനാക്കി എഴുതിയിട്ട് മേലെയും താഴെ റൂട്ട് കാണാം. കറക്റ്റായി വരും, 0.25 എന്ന് വരും. അതിൽ ഏറ്റവും എളുപ്പം സ്ഥാനങ്ങളുടെ എണ്ണം നോക്കുന്നതാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത് ഒരു സമാന്തര ശ്രേണിയുടെ 3-ാം പദം 18, 10-ാം പദം 46, ആദ്യ പദം ഏത്? അപ്പോൾ സമാന്തര ശ്രേണിയിൽ എവിടെയെങ്കിലുള്ള 2 പദങ്ങൾ തന്നിട്ട് നമുക്ക് നേരെ കാണാൻ പറ്റുന്നത് പൊതുവ്യത്യാസമാണ്. ഇതിൻ്റെ വ്യത്യാസം കാണാൻ ഒരു എളുപ്പവഴിയുണ്ട്. പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ സ്ഥാന വ്യത്യാസം. അപ്പോൾ പദങ്ങളുടെ വ്യത്യാസം എന്ന് പറയുമ്പോൾ 46 - 18 ഡിവൈഡഡ് ബൈ ഈ സ്ഥാനങ്ങൾ 10 - 3. അപ്പോൾ 28/7 എന്ന് വരും. പൊതുവ്യത്യാസം 4 എന്ന് കിട്ടും. അതായത് ഈ ശ്രേണിയുടെ പൊതുവ്യത്യാസം 4 ആണ്. അപ്പോൾ ഏതെങ്കിലും 2 പദം, എവിടെയെങ്കിലുള്ള 2 പദം തന്നാൽ അതിൽ നിന്ന് ഡി കാണാനുള്ള എളുപ്പവഴി പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ പദവ്യത്യാസം. 46 - 18 ഡിവൈഡഡ് ബൈ 10 - 3. അതായത് എവിടെയുള്ള പദങ്ങൾ തന്നാലും ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ കാണിക്കാം. ഡി കാണാനുള്ള എളുപ്പവഴിയാണ് തേർഡ് ടേം 34, പിന്നെ സിക്സ്ത് ടേം 67. അപ്പോൾ ഡി എത്രയാണെന്ന് വെച്ചാൽ പൊതുവ്യത്യാസം എത്രയാണെന്ന് വെച്ചാൽ എത്രയേ ഉള്ളൂ, പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ പദവ്യത്യാസം 6 - 3. അപ്പോൾ 33 - 3 11 ആയിരിക്കും പൊതുവ്യത്യാസം. ഈ ക്വസ്റ്റ്യനിലെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് വെച്ചാൽ 11 ആയിരിക്കും. അത്രയും എളുപ്പമായിരുന്നു. അപ്പോൾ ആ മെത്തേഡിൽ നമ്മൾ ഡി കണ്ടെത്തിയാൽ പിന്നെ ആദ്യ പദം കാണാൻ എളുപ്പമല്ലേ. 3-ാം പദം ഉണ്ട്. 3-ാം പദത്തിൽ നിന്ന് ഒരു പ്രാവശ്യം ഡി കുറച്ചു. 18-ൽ നിന്ന് ഒരു ഡി കുറച്ച 2-ാം പദമായി. ഒരു ഡിയും കൂടെ കുറച്ച ആദ്യ പദമായി. 18 - 4 - 4 10. ആദ്യ പദം 10 എന്ന് വരും. തേർഡ് ടേം ഉണ്ട്. അപ്പോൾ തേർഡ് ടേമിൽ നിന്ന് ഒരു തവണ കുറച്ചാൽ 2-ാം പദമായി. വീണ്ടും ഒരു തവണ കുറച്ചാൽ ഫസ്റ്റ് പദമായി. അപ്പോൾ ഫസ്റ്റ് പദം 10 എന്ന് വരും. ഓപ്ഷൻ ഡി ആയിരിക്കും ചോദ്യത്തിൻ്റെ ഉത്തരം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റി. അടുത്തത് 675-നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ഒരു പൂർണ്ണവർഗം ലഭിക്കും? അപ്പോൾ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണമെങ്കിൽ ഇതിൻ്റെ ഘടകങ്ങളുടെ എണ്ണം, അതായത് ആ ഘടകങ്ങൾ ഫാക്ടേഴ്സ് ഇല്ല, ഫാക്ടേഴ്സ് എപ്പോഴും ഒരു ജോഡികളായിരിക്കും, 2 എണ്ണത്തിൻ്റെ ജോഡികളായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ജോഡിയിൽ എന്ത് കുറവുണ്ടോ അത് കൊടുത്താൽ അത് പൂർണ്ണവർഗമാവും. അപ്പോൾ നമുക്ക് ഇതിനെന്ത് ചെയ്യാം, ഒന്ന് ഫാക്ടറൈസ് ചെയ്യാം, ഘടകക്രിയ ചെയ്യാം. 675-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 675-നെ 5 കൊണ്ട് ചെയ്യുമ്പം 6-ൽ 5 ഒരു തവണ, 17-ൽ 3 തവണ, ഇതിൽ 5, വീണ്ടും 5 കൊണ്ട് ചെയ്തു. 27 3 കൊണ്ട് ചെയ്തു. 9 വീണ്ടും 3 കൊണ്ട് ചെയ്തു. 3 കൊണ്ട് ചെയ്തു. അപ്പോൾ 675 എന്ന് പറയുന്നത് 5 × 5 × 3 × 3 × 3 3 3 ഉണ്ട്. അപ്പോൾ ഇതൊരു ജോഡിയാണ്, പൂർണ്ണവർഗമായി. ഇതും ഒരു ജോഡിയാണ്, പൂർണ്ണവർഗമായി. ഒരു 3 ഷോർട്ട് ഉണ്ട്. ഈ 3ക്ക് ഒരു 3യും കൂടെ കിട്ടിയാൽ ഇതെന്തായി, ഇത് പൂർണ്ണവർഗമായി മാറും. അപ്പോൾ നമുക്കിവിടെ എന്തുകൊണ്ട് ഗുണിച്ചാൽ പൂർണ്ണവർഗമാവും എന്ന് ചോദിച്ചാൽ ഒരു 3യും കൂടെ കൊടുത്താൽ മതി. ഒരു 3യും കൂടെ ഗുണിച്ചാൽ അത് പൂർണ്ണവർഗമാവും. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആയിരിക്കും. അതായത് പൂർണ്ണവർഗത്തിൻ്റെ ഘടകങ്ങളുടെ എണ്ണം എപ്പോഴും ഇങ്ങനെ ഒരു പെയർ, ജോഡികളായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ജോഡിയിൽ എന്താണോ മിസ്സിങ് ആയിട്ടുള്ളത് അതാണ്
ഗുണിക്കേണ്ട നമ്പർ. അപ്പോൾ ഒരു 3 കൂടെ ഗുണിച്ച ഉത്തരവും ഓപ്ഷൻ എ 3 എന്ന് വരും. അടുത്തത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, പെർസെൻറ്റേജിൻ്റെ ഭാഗം പഠിച്ചവർക്ക് അറിയാം, എന്തായാലും ഇത് ചെയ്തിട്ടുണ്ട്. ഇതേ മോഡൽ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 2 വ്യക്തികൾ മാത്രം മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ ഒരാൾ 60% വോട്ടുകൾ നേടി 350 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. വോട്ടുകളൊന്നും അസാധുവായില്ല എങ്കിൽ ആകെ പോൾ ചെയ്ത വോട്ടുകൾ എത്ര? ഇപ്പോൾ ഒരാൾക്ക് 2 ആളുടെ ഇലക്ഷനാണ്. അപ്പോൾ ടോട്ടൽ വോട്ട് നമുക്കറിയാം 100% അപ്പം അതിൽ ഒരാൾക്ക് 60 കിട്ടി. അപ്പോൾ മറ്റേയാൾക്ക് എത്രയാണ്? 40 ആയിരിക്കും. ടോട്ടൽ 100 അല്ലേ, ഒരാൾക്ക് 60 മറ്റേയാൾക്ക് 40. ഭൂരിപക്ഷം എത്രയാണ്? ഇവരുടെ വ്യത്യാസമാണ് ഭൂരിപക്ഷം. ഇത് എ എന്ന് പറഞ്ഞ ആള്, ഇത് ബി എന്ന് പറഞ്ഞ ആള്. എക്ക് 60 കിട്ടിയാൽ ബിക്ക് 40 ഉണ്ടാവുള്ളൂ, അസാധു ഒന്നുമില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസമാണ് ഭൂരിപക്ഷം. ഭൂരിപക്ഷം 20%. 20% 350. നമുക്ക് വേണ്ടത് ടോട്ടലാണ്, ആകെ പോൾ ചെയ്ത വോട്ട്. ഇപ്പോൾ ക്രോസ് ചെയ്യാം. 350 × 100 ഡിവൈഡഡ് ബൈ 20 സോൾവ് ചെയ്ത് വരുമ്പോൾ 1750 എന്ന് കിട്ടും. ടോട്ടൽ വോട്ട് 1750. ഇലക്ഷൻ്റെ ക്വസ്റ്റ്യൻ സ്ഥിരം വരുന്നൊരു ചോദ്യമാണ്. ഇതിൽ ആരുടെയെങ്കിലും ഒരാളുടെ വോട്ട് വരും. ഒരാളുടെ വോട്ട് ഉണ്ടാകും, മറ്റേ ആളുടേത് കാണാം. മറ്റേ ആളുടേതും ഇയാളുടെയും കിട്ടിയാൽ ഭൂരിപക്ഷം അവരുടെ വ്യത്യാസമാണ്. അപ്പം അത് സോൾവ് ചെയ്തെടുക്കാം. 1750 ഓപ്ഷൻ ബി ആണ് ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തത് നമുക്ക് SCERT ബേസ് ചെയ്തിട്ടുള്ള ഒരു 10ാം ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കോർഡിനേറ്റ്സ്, XY കോർഡിനേറ്റ്സ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഗ്രാഫൊക്കെ വരച്ചിട്ട് പഠിക്കുന്ന ഒരു മോഡലാണ്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കിയേ. -2, 3, 6, 7, 8, 3 എന്നിവ ഒരു സാമാന്തരികത്തിൻ്റെ ശീർഷങ്ങളാണെങ്കിൽ, അപ്പോൾ സാമാന്തരികം എന്ന് പറഞ്ഞാൽ പാരലലോഗ്രത്തിൻ്റെ ശീർഷങ്ങളാണ്, വെർട്ടെക്സ് ആണ് ഓരോന്നും. അപ്പം അങ്ങനെയാണ് 4ാമത്തെ ശീർഷം ഏത് എന്നാണ്. അപ്പം നമുക്കിതിൻ്റെ പേരുകൾ കൊടുക്കാം. ഇത് എ ആണെന്ന് വിചാരിക്കാം. ABCD ആണ് നമ്മുടെ പാരലലോഗ്രാം എന്ന് വിചാരിക്കാം. അപ്പം അതിൻ്റെ സാമാന്തരികത്തിൻ്റെ ആദ്യത്തേത് -2, 3 ആണ്. ഇവിടുത്തേത് 6, 7 ആണ്. ആ ഒരു ഓർഡറിൽ തന്നെ എഴുതാം. ഇവിടെ 8, 3 ആണ്. അപ്പോൾ ഇവിടെ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് x4 y4 എന്ന് എടുക്കാം. x4 y4 എന്ന് എടുക്കാം. x കോർഡിനേറ്റും y കോർഡിനേറ്റും വേണം. അപ്പോൾ ഇവിടെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ, ഒന്ന് ഈ ദൂരം സെയിം ആയിരിക്കും, നമുക്കറിയുന്ന കാര്യമാണ്. അതുപോലെ ഈ രൂപവും പാരലൽ ആയിരിക്കും, അതും അറിയാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ അതും ഈക്വൽ ആയിരിക്കും, ആ ഒരു ഡയഗണൽസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ടെക്സ്റ്റിൽ ഒരു പ്രോപ്പർട്ടി പറയുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ നോക്കി കാണാം കേട്ടോ. നിങ്ങൾ ഏത് രീതിയിൽ നോക്കിയാലും ഇതിൻ്റെ ഉത്തരം കറക്റ്റ് ആയിരിക്കും. ഞാനൊരു വളരെ സിമ്പിൾ ഐഡിയ പറയുകയാണെങ്കിൽ, ഈ 6 ഇവിടെ എത്തിയപ്പോൾ -2 ആയി. 6 -2 ആവാൻ എത്ര കുറയണം? 6 കുറഞ്ഞാൽ 8 ആയി. 6 കുറഞ്ഞാൽ 0 ആയി. പിന്നെ 2 കുറയണം, 8 കുറയണം. അപ്പോൾ അതേ കുറച്ചിലായിരിക്കും ഇവിടുന്ന്. 8ൽ നിന്ന് 8 കുറഞ്ഞാൽ ഇവിടെ എത്ര ആവും? 0 ആവും. ഇനി 7, 3 നോക്കാം. 7ൽ നിന്ന് 3 ആവാൻ എത്ര കുറയണം? 7ൽ നിന്ന് 3 ആവാൻ 4 കുറയണം. അതായത് വൈയും എക്സും കമ്പയർ ചെയ്യാം. ഞാൻ പറഞ്ഞത് നോക്കിക്കേ, ഒന്നുകൂടെ നോക്കിക്കേ. 6 ഉള്ളത് -2 ആവാൻ എത്ര കുറയണം? 6 എന്ന് പറയുന്നത് -2 ആവാൻ 8 കുറയണം. -8 ആണ്. അപ്പോൾ 8ൽ നിന്നും 8 കുറഞ്ഞു, 0 ആയി. അതേപോലെ അടുത്ത് നോക്കാം. 7 ഉണ്ട്, അതിവിടെ 3 ആയി. 7ൽ നിന്ന് 3 ആവാൻ 4 കുറയണം. അപ്പോൾ ഇവിടെ 3 ആണ്. 3ൽ നിന്ന് 4 കുറഞ്ഞാൽ 3 - 4 -1 എന്ന് വരും. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ജസ്റ്റ് നോക്കിയിട്ട് ചെയ്യാവുന്ന ഒരു ഐഡിയ ആണ്. ആ വ്യത്യാസം, അതായത് എക്സിൽ നിന്ന് ഇവിടുത്തെ എക്സിലേക്കും വൈയിൽ നിന്ന് ഇവിടുത്തെ വൈയിലേക്കും ഉള്ള അകലം സെയിം ആയിരിക്കും. കാരണം മേലെയും താഴെയും പാരലലാണ്, ഒരേ ദൂരമാണ്. അപ്പം അതൊരു ഐഡിയ. പിന്നെ നമുക്ക് SCERTയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയ ഇങ്ങനെ, എന്താണ്, ഇതൊരു സാമാന്തരികമാണെങ്കിൽ ഇവിടെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് x1 + x3യും x2 + x4ഉം ഓപ്പോസിറ്റ് വെർട്ടെക്സിൻ്റെ വാല്യൂസ് തമ്മിൽ കൂട്ടിയാൽ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. x1 + x3യും x2 + x4ഉം ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ 3 എണ്ണം തന്നിട്ടുണ്ട്. 4ാമത്തേത് കണ്ടുപിടിച്ചാൽ മതി. ഏതൊക്കെ തന്നിട്ടുണ്ട്? x1 തന്നിട്ടുണ്ട്, x3 തന്നിട്ടുണ്ട്, x2 തന്നിട്ടുണ്ട്, x4 ആണ്. ഇവിടുത്തെ മാത്രം കണ്ടുപിടിക്കാനുള്ളൂ. എക്സിൻ്റെ വാല്യൂസ് മാത്രം എടുത്ത് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പം ഞാൻ പറഞ്ഞൊരു ഐഡിയയിൽ നോക്കുമ്പോൾ, പറഞ്ഞ ഐഡിയയിൽ നോക്കിക്കേ. x1ഉം x3യും, x1 എന്ന് പറഞ്ഞാൽ 2 ആണ്, x3 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പോൾ ഇവിടെ -2 + 8. x2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ബിയുടെ വില 6 ആണ്. 6 + x4 എന്നാവും. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ x4 = 6 - 6 0. x4ൻ്റെ വില, ഇവിടുത്തെ വില നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ വില 0 എന്ന് കിട്ടും. ഇനി ഇതേപോലെ y-യും സോൾവ് ചെയ്യാം. y1 + y3 = y2 + y4.
ഓപ്പോസിറ്റ് മൂലകങ്ങളുടെ ശീർഷങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ഈക്വൽ ആയിരിക്കും എന്നുള്ള പ്രോപ്പർട്ടിയാണ്. അപ്പോൾ y1 3 ആണ്, y3 എത്ര? y3 ഇതവിടെ ഓപ്പോസിറ്റ് ഉള്ളത്, y3യും 3 ആണ്. ഇനി അപ്പുറത്ത് y2 7 ആണ്, 7 + y4 ആണ്. അപ്പോൾ 6 - 7 ആണ് y4, 6 - 7 -1. അപ്പോൾ ഇതിൻ്റെ വില -1 എന്നും കിട്ടും. ഇത് വേറൊരു ഐഡിയ, ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഗ്യാപ്പ് നോക്കിയിട്ട് ചെയ്യാം എന്നുള്ള ഐഡിയ ആണ്. ഇതിൽ ഏത് ഐഡിയ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഈ ടോപ്പിക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോൾ എല്ലാം ക്ലിയർ ആവും. ഇപ്പോൾ അറിയാത്തൊരു ചെറിയൊരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. ആ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോൾ എന്തായാലും കിട്ടും. എന്താണ് കോർഡിനേറ്റ്സ്, XY കോർഡിനേറ്റ്സ് എന്നുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യമായിരുന്നു അത്. അവസാനത്തെ ചോദ്യം, ഒരു ടാങ്കിൽ 450 ലിറ്റർ വെള്ളം നിറഞ്ഞപ്പോൾ അതിൻ്റെ 33.1/3% നിറഞ്ഞു എങ്കിൽ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, ഈ 33.1/3% എന്ന് പറയുന്നതിൻ്റെ ഫ്രാക്ഷൻ ഭിന്നസംഖ്യ നോക്കുക. ഇതിനെങ്ങനെ ഭിന്നസംഖ്യ ആക്കുക? ആദ്യം ആ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റുക, അപ്പോൾ 100/3 എന്നാവും. ഇനി മിക്സഡ് ഫ്രാക്ഷനിലുള്ള ഫ്രാക്ഷനായി ഇപ്പോഴും ശതമാനം പോയിട്ടില്ല. ശതമാനത്തിന് ഭിന്നസംഖ്യ ആക്കാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 100 ഇങ്ങനെ ഡിവൈഡ് ചെയ്തു, 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1/3 എന്നായി. അതായത് 33 1/3% എന്ന് പറഞ്ഞാൽ അത് ഫ്രാക്ഷനിൽ ഭിന്നസംഖ്യയിൽ 1/3 ആണ്. അപ്പോൾ 1/3 ഭാഗമാണ് 480. അപ്പോൾ ടോട്ടൽ എത്രയെന്ന് വെച്ചാൽ ഈ 3 അങ്ങോട്ട് പോകും, 480 × 3 ആവും, 0 8 3 24, ബാക്കി 2 1440 ലിറ്റർ എന്ന് വരും. 33 1/3% എന്ന് പറഞ്ഞാൽ അത് ഭിന്നസംഖ്യയിൽ 1/3 ഭാഗമാണ്. അപ്പോൾ 1/3 ഭാഗമാണ് 480 ലിറ്റർ എങ്കിൽ മൊത്തം ടാങ്ക് എത്ര ലിറ്റർ ഉണ്ടെന്ന് വെച്ചാൽ തിരിച്ചിട്ടിട്ട് ഗുണിക്കുക, എക്സിൻ്റെ വില 1440 എന്ന് പറയാം. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കണ്ട പോലെ മാത്സ് ആണ്, 15 എണ്ണത്തിൽ കൂടുതലും മാത്സ് ആണ്. മെൻ്റൽ എബിലിറ്റി പൊതുവെ LPSയിൽ കുറവാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ടഫ് എന്ന് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം ടഫ്. ഒന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ ഐഡിയ ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. വേറൊരു ക്വസ്റ്റ്യൻ വന്നത് നമുക്ക് ആ ലാഭനഷ്ടത്തിൻ്റെ ക്വസ്റ്റ്യൻ അത്യാവശ്യം ടഫായിരുന്നു. അതുപോലെ ഫ്രാക്ഷൻ്റെ ക്വസ്റ്റ്യൻ അത്യാവശ്യം കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഏത് ക്വസ്റ്റ്യനാ? പിന്നെ ബാക്കിയൊക്കെ വലിയ കുഴപ്പമില്ലാത്ത ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ LP-UP 2027 ടാർഗറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയി PSC തന്നൊരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനുള്ളൊരു ഐഡിയ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. NCA ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മാത്സ് ഞാനിപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ദ്രോണ 1.0 2.0 ബാച്ചിലുള്ളവർക്ക് ഇതുവരെ എടുത്ത ക്ലാസ്സുകൾ വെച്ച് ഇതിലുള്ള ചോദ്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയോ, എളുപ്പമായോ, കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യണം നിർബന്ധമായിട്ടോ. അതുപോലെ ഇനി പഠിക്കാൻ നിൽക്കുന്നവർക്കും മൊത്തം ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത എല്ലാ വിഷയങ്ങളുടെയും ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക, എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയെന്ന കാര്യം. അപ്പോൾ ഇതുപോലെയുള്ള സോൾവിങ് വീഡിയോസായിട്ട് നമുക്ക് സൈലം PSC ചാനലിൽ വീണ്ടും കാണാം. താങ്ക് യു ആൾ.